ഹായ് ഡിയർ സ്റ്റുഡൻസ്, +1 ഫിസിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. നമ്മൾ ഓൾറെഡി 4 ക്ലാസ്സുകളിലായി ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 2 ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിസിക്സിന്റെ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന ചാപ്റ്ററാണ്. അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി വേണം നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ. ഒരുപാട് പ്രോബ്ലങ്ങൾ എഴുതി വെക്കുന്ന പേജുകൾ വളരെ കുറവാണെങ്കിലും ലോകത്തിന്റെ ഏത് സിറ്റുവേഷൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി. അപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി, അതായത് അപ്ലിക്കേഷൻസ് അത്ര അധികമുണ്ട്. അതായത് മോസ്റ്റ് പവർഫുൾ ചാപ്റ്റർ ആണ് +1 ഫിസിക്സിന്റെ ലോസ് ഓഫ് മോഷൻ. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. കൺകറന്റ് ഫോഴ്സസ്. നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് കൺകറന്റ് ഫോഴ്സസ്. എന്താണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ നെയ്മഡ് ആസ് കൺകറന്റ് ഫോഴ്സസ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഇതാ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഫോഴ്സ് ഇതാ ഇങ്ങനെയും വലിച്ചുകൊണ്ടിരിക്കുന്നു, F2 ആൻഡ് F1. അങ്ങനെയാണെങ്കിൽ F1 ഉം F2 ഉം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ദീസ് ഫോഴ്സസ് ആർ കോൾഡ് കൺകറന്റ് ഫോഴ്സസ്. അപ്പോഴാണ് നമ്മൾ അടുത്ത വാക്ക് ഉപയോഗിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം, ഫിസിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവസ്ഥ മാറാതിരിക്കുക, സ്റ്റേറ്റ് മാറാതിരിക്കുക. അതായത് റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക, യൂണിഫോം മോഷൻ ആണെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യുക. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ അയാളുടെ ആക്സിലറേഷൻ 0 ആയിരിക്കുക. ആക്സിലറേഷൻ 0 ആകണമെങ്കിൽ അയാളുടെ മുകളിലുള്ള ആകെ ഫോഴ്സ് 0 ആകണം. അപ്പൊ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ലേഷണൽ ആയിട്ടുള്ള മോഷൻസ് ആണ്, റൊട്ടേഷണൽ മോഷൻസ് അല്ല. അപ്പൊ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം വരണമെങ്കിൽ അയാളുടെ ആക്സിലറേഷൻ 0 ആകണം. ആക്സിലറേഷൻ 0 ആകണമെങ്കിൽ അയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ റിസൾട്ടന്റ് 0 ആകണം. അപ്പൊ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ കൺകറന്റ് ഫോഴ്സസിന്റെ, ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരു പോയിന്റ് മീറ്റ് ചെയ്താൽ അവരെ പറയുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ആ കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ്, അതായത് ആകെ ഫോഴ്സ് 0 ആകുമ്പോൾ ആ വസ്തു ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ O എന്ന് പറയുന്ന പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ടുള്ള 2 ഫോഴ്സുകൾ ഇപ്പൊ ഏതൊക്കെയായിരുന്നു? F1 ഉണ്ട് പ്ലസ് F2 ഉണ്ട്. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ആണ്. വെക്ടർ കൂട്ടുമ്പോൾ നമുക്ക് വെക്ടറിന്റെ നിയമങ്ങളൊക്കെ അനുസരിക്കണം. ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഇഫ് ദ റിസൾട്ടന്റ് ഓഫ് ദ കൺകറന്റ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0, ദ പോയിന്റ് ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ 2 ഫോഴ്സുകളുടെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഞാൻ എഴുതിയത്. ഒരു പോയിന്റിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യാൻ വിചാരിക്കുക. ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, മറ്റൊരു ഫോഴ്സ് ഇങ്ങോട്ട്, മൂന്നാമത്തെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഇങ്ങനെ വന്നു വിചാരിക്കും. അപ്പൊ 3 ഫോഴ്സുകൾ ഈ പോയിന്റിൽ O എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ഇക്വിലിബ്രിയം? ഇപ്പൊ കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് എത്രയാ? F1 പ്ലസ് F2 ഒക്കെ വെക്ടർ ആയിട്ട് എഴുതാം, പ്ലസ് F3 ഈക്വൽ ടു 0 ആണെങ്കിൽ ദിസ് പോയിന്റ് ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഇതാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇതിന് കണ്ടീഷൻ എന്താണ്? F1 ഈക്വൽ ടു മൈനസ് F2 അല്ലെ? 2 ഫോഴ്സുകളാണ് ഇക്വിലിബ്രിയം വരുന്നതെങ്കിൽ ദേ മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് 0 പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണ്. 3 ഫോഴ്സുകളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരണമെങ്കിൽ ഏതെങ്കിലും 2 ഫോഴ്സുകൾ, അതായത് F1 പ്ലസ് F2 F2 പ്ലസ് F3 അല്ലെങ്കിൽ F1 പ്ലസ് F3 മസ്റ്റ് ബി ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ തേർഡ് ഫോഴ്സ്. ഏതെങ്കിലും 2 ഫോഴ്സുകളുടെ റിസൾട്ടന്റ് മൂന്നാമത്തെ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നോക്കൂ. അപ്പൊ F1 പ്ലസ് F2 ഈക്വൽ ടു മൈനസ് F3, അല്ലെങ്കിൽ F1 പ്ലസ് F3 ഈക്വൽ ടു മൈനസ് F2, അല്ലെങ്കിൽ F2 പ്ലസ് F3 ഈക്വൽ ടു മൈനസ് F1. 3 കണ്ടീഷൻ. ഏതെങ്കിലും 2 ഫോഴ്സുകളുടെ റിസൾട്ടന്റ് മൂന്നാമത്തെ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. ആണെങ്കിൽ ഈ ചിത്രത്തിൽ കാണിക്കാം. ഈ F1 ഉം F2 ന്റെയും റിസൾട്ടന്റ് നമ്മൾ എങ്ങനെ കാണിക്കുക? ഇവിടെ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യൂ അല്ലെ? അങ്ങനെ ഇവിടുന്ന് ഡയഗണൽ വരയ്ക്കും. സോ ദിസ് വിൽ ബി F1 പ്ലസ് F2. ഈ F1 പ്ലസ് F2 F3ക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ദിസ് പോയിന്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് 0 ആകുന്നതിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുമ്പോഴാണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. ഇതിന്റെ 1-2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ സിലബസ് ചുരുക്കി നമ്മൾ അതിലൊരു ആപ്ലിക്കേഷനിലേക്ക് പോവാണ്. മോഷൻ ഓഫ് എ ബോഡി ഇൻ ലിഫ്റ്റ്. മോഷൻ of a body in
ലിഫ്റ്റ്. വസ്തു ഒരു ലിഫ്റ്റിൽ പോവാണ്. കൺസിഡർ ഒരു ലിഫ്റ്റ് നമ്മൾ വിചാരിക്കുക, തൽക്കാലം ഇതിനെ ലിഫ്റ്റ് ആയിട്ട് വിചാരിക്കുക. അതിൽ m മാസമുള്ള ഒരു വസ്തു ഉണ്ട്. ആ ലിഫ്റ്റ് ഇപ്പോ ആദ്യം നമ്മൾ പറയുന്നത് ലിഫ്റ്റ് റെസ്റ്റിലാണ് ഓർ യൂണിഫോം മോഷനിലാണ്. ശ്രദ്ധിക്കുക, 3 കണ്ടീഷനിൽ നമ്മൾ പറയും. ആദ്യത്തെ കേസ് ലിഫ്റ്റ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ, രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈക്വൽ ടു 0. ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആവാം, അതായത് റെസ്റ്റിലാവാം, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവാം, അതായത് യൂണിഫോം മോഷനിലാവാം. അപ്പൊ ലിഫ്റ്റ് മുകളിലേക്ക് പോയാലും കുഴപ്പമില്ല, താഴേക്ക് പോയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. മുകളിലേക്ക് ലിഫ്റ്റ് പോയാലും കുഴപ്പമില്ല, താഴേക്ക് ലിഫ്റ്റ് വന്നാലും കുഴപ്പമില്ല. ലിഫ്റ്റ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന m മാസമുള്ള വസ്തു, ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയായിരിക്കും നോക്കൂ. ഒന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് mg, അല്ലെ, ഇറ്റ്സ് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. 2 ഈ ലിഫ്റ്റ് ഇരിക്കുന്ന ഈ സർഫസ് ഈ വസ്തുവിന്റെ മുകളിൽ തേർഡ് ലോ പ്രകാരം ഒരു റിയാക്ഷൻ തന്നുകൊണ്ടിരിക്കും, ദാറ്റ് ഈസ് R. അപ്പൊ മുകളിലേക്ക് ലിഫ്റ്റിന്റെ ഗ്രൗണ്ട് ആ ബോഡിയുടെ മുകളിൽ അപ്വേർഡ് ഡയറക്ഷനിൽ തരുന്ന ആ റിയാക്ഷൻ ആണ് ക്യാപിറ്റൽ R. ഭൂമി താഴേക്ക് വലിക്കുന്ന ഫോഴ്സ് ആണ് mg. അപ്പൊ ഈ m എന്ന് പറയുന്ന വസ്തുവിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകൾ mg വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഇറ്റ്സ് വെയിറ്റ്, നോർമൽ റിയാക്ഷൻ R. ഓക്കെ, ഇനി അയാളുടെ ആക്സലറേഷൻ 0 ആണെങ്കിൽ അർത്ഥം എന്താണ്? അയാളുടെ മുകളിലുള്ള ആകെ ഫോഴ്സ് 0 ആണെന്ന് അർത്ഥം. നേരത്തെ പറഞ്ഞ കൺകറന്റ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് 0 ആണ്. അപ്പൊ ആറും mgയും കൂടി കൂട്ടി കഴിഞ്ഞിട്ട് ആകെ ഫോഴ്സ് 0 ആണ്, കാരണം ആക്സലറേഷൻ 0 ആണ്. Therefore നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും R മുകളിലേക്കുള്ളതിനെ നമുക്ക് തൽക്കാലം പോസിറ്റീവ് ആയിട്ട് വിളിക്കാം, താഴേക്കുള്ള ഡയറക്ഷനെ നെഗറ്റീവ് ആയിട്ട് വിളിക്കാം. അപ്പൊ R മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ്, താഴേക്കുള്ളതായതുകൊണ്ട് mg നെഗറ്റീവ്. അപ്പൊ R മൈനസ് mg ആണ് ആകെ ഫോഴ്സ്, അല്ലെ? നമ്മൾ വെക്ടർ സം കാണുമ്പോൾ ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് സൈഡ് ഉണ്ട്. അപ്പൊ R മൈനസ് mg ഈക്വൽ ടു, ഇപ്പൊ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. നെറ്റ് ആക്സലറേഷൻ 0 ആണ് ലിഫ്റ്റിന്, അതുകൊണ്ട് ആ വസ്തുവിന്റെ ആക്സലറേഷൻ 0 ആണ്. അതുകൊണ്ട് ആ വസ്തുവിന്റെ മുകളിലുള്ള ആകെ ഫോഴ്സ് 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എഴുതാം R ഈക്വൽ ടു mg. ശരിയല്ലേ? R മൈനസ് mg ഈക്വൽ ടു 0 ആണെങ്കിൽ R ഈക്വൽ ടു mg. ഈ R ആണ്, ഈ റിയാക്ഷൻ ആണ് ആ വസ്തുവിന് തോന്നുന്ന വെയിറ്റ്. ഒരു വസ്തുവിന് തോന്നുന്ന വെയിറ്റ്, നമ്മൾ നിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് വെയിറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ നിലം തരുന്ന റിയാക്ഷൻ കൊണ്ടാണ്. ഈ നിലം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റും തോന്നില്ല. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുകളിലത്തെ നിലയിൽ നിന്ന് മെല്ലെ നിലണ്ട് വിചാരിച്ചിട്ട് ടെറസിന്റെ മുകളിൽ നിന്ന് താഴത്തേക്കാ ചാടിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് താഴത്തെത്തുന്നത് വരെ ഒരു വെയിറ്റും തോന്നില്ല. താഴത്തെത്തിയാൽ നല്ലോണം വെയിറ്റ് തോന്നും, കാരണം അവിടെ റിയാക്ഷൻ കിട്ടും. അപ്പൊ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് വെയിറ്റ് തോന്നാൻ കാരണം നിങ്ങൾ നിൽക്കുന്ന തറയുടെ റിയാക്ഷനാണ്. അപ്പൊ റിയാക്ഷൻ ആണ് നിങ്ങൾക്കുള്ള വെയിറ്റ് ആയി നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ റിയാക്ഷൻ ഇസിക്കൽ ടു mg ആയതുകൊണ്ട് നമുക്ക് തോന്നുന്ന വെയിറ്റും നമ്മുടെ റിയൽ വെയിറ്റും സെയിം ആണ്. ദാറ്റ് ഈസ് അപ്പാരന്റ് വെയിറ്റ്. R എന്നുള്ളതിനെ നമുക്ക് അപ്പാരന്റ് വെയിറ്റ് എന്ന് വിളിക്കാം, തോന്നിയ വെയിറ്റ്. ഈക്വൽ ടു mg എന്നുള്ളത് നമ്മളെ റിയൽ വെയിറ്റ് ആണ്, ഈക്വൽ ടു റിയൽ വെയിറ്റ്. അപ്പൊ നമ്മള് ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ മുകളിലേക്കായാലും താഴേക്കായാലും വേണ്ടില്ല, നമുക്ക് തോന്നുന്ന വെയിറ്റ് നമ്മൾ ആക്ച്വൽ വെയിറ്റ് തന്നെയാണ്. നന്നായി മനസ്സിലാക്കുക. അപ്പൊ അടുത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാണ്. ലിഫ്റ്റിൽ തന്നെ നമ്മൾ നിൽക്കുന്നു, m മാസമുള്ള വസ്തുവാണ്. ബട്ട് ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്പ് വിത്ത് ആക്സലറേഷൻ. ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു, മുകളിലേക്കാണ് പോകുന്നത്, മൂവിംഗ് അപ്പ് വിത്ത് ആക്സലറേഷൻ ഗെയിൻ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാൻ വീണ്ടും നമുക്ക് കണ്ടീഷൻസ് ഒന്നും പ്രശ്നമില്ല. mg നേരെ താഴേക്ക്, റിയാക്ഷൻ നേരെ മുകളിലേക്ക്. ഈ രണ്ടും കൂടി ചേർന്നപ്പോൾ ഇപ്പൊ വസ്തു മുകളിലേക്ക് ആക്സലറേഷനോട് കൂടി പോകുന്നുണ്ടെങ്കിൽ ഈ വസ്തുവിന്റെ മുകളിലേക്ക് മുകളിലേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. എത്രയാ ഫോഴ്സ്? m ആണ് മാസെങ്കിൽ ഈ ആക്സലറേഷനുള്ള ലിഫ്റ്റിൽ ഇരുന്നാൽ ആ വസ്തുവിനും a ആക്സലറേഷൻ ഉണ്ടാവും. അപ്പൊ ma എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും മുകളിലേക്ക്, അല്ലെ? അപ്പൊ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? ma. ഓക്കെ, മുകളിലേക്ക് അപ്പൊ R ഉണ്ട്, താഴേക്ക് mg ഉണ്ട്. ഇത് രണ്ടെണ്ണം കൂടി റിസൾട്ടന്റ് നേരത്തെ 0 ആയിരുന്നു, ഇപ്പൊ എത്രയായി മാറി? ma ആയിട്ട് മാറണം. വേറെ ആരും ഫോഴ്സ് തരാനില്ല. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുക R മൈനസ് mg ഈക്വൽ ടു 0 അല്ല, കാരണം വസ്തുവിന് ഇപ്പൊ നെറ്റ് ഫോഴ്സ് ഉണ്ട്. നെറ്റ് ആക്സലറേഷൻ ചെയ്യണമെങ്കിൽ നെറ്റ് ഫോഴ്സ് ma ഉണ്ട്. അത് മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എഴുതാം, ദാറ്റ്സ് ഈക്വൽ ടു ma. Therefore R ഈക്വൽ ടു, നമ്മൾ R എന്ന് പറഞ്ഞു റിയാക്ഷൻ ആണ്, നമുക്ക് തോന്നുന്ന വെയിറ്റ്, അപ്പാരന്റ് വെയിറ്റ്, ഈക്വൽ ടു mg. അപ്പുറത്തേക്ക് പോയാൽ mg പ്ലസ് ma, അല്ലെങ്കിൽ m ഇൻറ്റു g പ്ലസ് a. ഇതൊക്കെ ന്യൂട്ടണിലാണ് കേട്ടോ. വെയിറ്റ് ഒക്കെ പറയുന്നത് കിലോഗ്രാം വെയിറ്റിലല്ല, mg എന്നൊക്കെ എഴുതുന്നത് നമ്മൾ ന്യൂട്ടണിലാണ് എഴുതുന്നത്. അതായത് അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു റിയൽ വെയിറ്റ് പ്ലസ് ma. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ വെയിറ്റ്.
അപ്പൊ ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടിയ പോലെ തോന്നും. ശരിക്കും വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിലും നമുക്ക് അപ്പാരന്റ് വെയിറ്റ് കൂടിയ പോലെ തോന്നും. നമ്മളെ വെയിറ്റ് കൂടിയ പോലെ തോന്നും. എത്ര കൂടിയ പോലെ തോന്നും? ഒരു MA കൂടിയ പോലെ തോന്നും. ആരാണ് ഈ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ കേസ് നമ്മൾ പോവുകയാണ്. അതേ ലിഫ്റ്റിൽ തന്നെ M മാസുള്ള ബോഡി ഇരിക്കുന്നു. പക്ഷെ ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺ വിത്ത് ആക്സലറേഷൻ. മൂവിംഗ് ഡൗൺ വിത്ത് ആക്സലറേഷൻ. നേരത്തെ മൂവിംഗ് ഡൗണും മൂവിംഗ് അപ്പ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ യൂണിഫോം മോഷനിലായതുകൊണ്ടാണ് ആക്സലറേഷൻ പൂജ്യം. ഇപ്പോ മൂവിംഗ് ഡൗൺ വിത്ത് ആക്സലറേഷൻ. അപ്പോ താഴേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക, MA അല്ലെ. ലിഫ്റ്റ് താഴേക്ക് വന്നാൽ ആ എമ്മും താഴേക്ക് ആക്സലറേഷനോടുകൂടി വരികയാണ്. അപ്പൊ ആ വസ്തുവിന്റെ മുകളിലുള്ള ആകെ ഫോഴ്സ് MA ആണ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ R - mg. ആരാണ് R? റിയാക്ഷൻ R. താഴേക്ക് mg. R - mg ആണ് ആകെയുള്ള ഫോഴ്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇപ്പൊ 0 അല്ല, എത്രയാണ്? MA ആണ്. പക്ഷെ MA എങ്ങോട്ടാ? നേരത്തെ മുകളിലേക്കുള്ളതിനെ പോസിറ്റീവ് ആയിട്ട് വിളിച്ചു, താഴേക്കുള്ളതിനെ ഇപ്പൊ എന്തായിട്ട് വിളിക്കണം? നെഗറ്റീവ് ആയിട്ട് വിളിക്കണം. അപ്പൊ -MA ആണ്. അപ്പൊ തിരിച്ചെഴുതിയാൽ R equal to mg - MA ആണ്. M into G minus A ആണ്. അപ്പൊ നോക്കൂ, അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു റിയാക്ഷൻ ആണ് നമുക്ക് തോന്നുന്ന വെയിറ്റ് ഈക്വൽ ടു റിയൽ വെയിറ്റ് ആണ് ആര്? mg മൈനസ് MA. അതായത് റിയൽ വെയിറ്റിനേക്കാളും കുറഞ്ഞ പോലെ തോന്നും. there is a decrease in weight. When the lift is moving down with acceleration, we feel a decrease in weight. ഇനി ആ കണ്ടീഷൻ നമുക്കൊന്ന് കൊടുക്കാം. if A equal to G, ഈ ലിഫ്റ്റ് താഴേക്ക് വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണെങ്കിൽ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലേക്ക് താഴെ വരാൻ സാധ്യത? ഒരു മോട്ടറൊന്നും അടിക്കണ്ട, ലിഫ്റ്റിന് താഴേക്ക് വരുത്താൻ മോട്ടറൊന്നും അടിക്കണ്ട. ആ കയർ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക. ലിഫ്റ്റിന്റെ റോപ്പ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ ലിഫ്റ്റ് താഴേക്ക് വീഴും. യൂണിഫോം മോഷൻ ആവുമോ? ഇല്ല, ഗ്രാവിറ്റിയിലാണ് വീഴുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണ് വീഴുക. അപ്പോൾ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറും. അതായത് A equal to G. അപ്പൊ ലിഫ്റ്റിന്റെ റോപ്പ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ അങ്ങനെയാവുമ്പോൾ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും. സോ R equal to mg മൈനസ് A ന്റെ സ്ഥാനത്ത് G കൊടുക്കുമ്പോൾ R equal to mg മൈനസ് mg equal to 0. ദാറ്റ് ഈസ് വെയിറ്റ് പൂജ്യമായിട്ട് തോന്നും. വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതായത് when the body is moving down in a lift which has the rope broken, കയറ് പൊട്ടിയ ലിഫ്റ്റ് താഴേക്ക് വരുമ്പോൾ അതിലിരിക്കുന്ന വസ്തുവിന് തോന്നുന്ന വെയിറ്റ് പൂജ്യമാണ്, 0 വെയിറ്റ് ആണ്. വെയിറ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ അനുഭവപ്പെടും. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുക. ലിഫ്റ്റ് റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ, യൂണിഫോം മോഷൻ മുകളിലേക്കായാലും വേണ്ടില്ല, താഴേക്കായാലും വേണ്ടില്ല, അയാളുടെ മുകളിലുള്ള ആകെ ആക്സലറേഷൻ പൂജ്യമാണ്, ആകെ ഫോഴ്സ് പൂജ്യമാണ്. അതുകൊണ്ട് R equal to mg എന്ന് കിട്ടും. ആ വസ്തുവിന് അതിന്റെ യഥാർത്ഥത്തിലുള്ള വെയിറ്റ് തന്നെയാണ് തോന്നുക. ദാറ്റ് ഈസ് അപ്പാരന്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു റിയൽ വെയിറ്റ്. ആരാണ് അപ്പാരന്റ് വെയിറ്റ്? നമുക്ക് തോന്നുന്ന വെയിറ്റ് റിയാക്ഷൻ ആണ്. നമ്മൾ നിൽക്കുന്ന തറ, ഗ്രൗണ്ട് നമ്മളുടെ മുകളിലേക്ക് തരുന്ന റിയാക്ഷൻ ആണ് നമുക്ക് തോന്നുന്ന വെയിറ്റ് ആയിട്ട് നമ്മൾ പറയുക. അപ്പോ രണ്ടെണ്ണം സെയിം ആണ്. റിയൽ വെയിറ്റും അപ്പാരന്റ് വെയിറ്റും സെയിം ആണ്. ലിഫ്റ്റില് മൂവിംഗ് അപ്പ് അല്ലെങ്കിൽ മൂവിംഗ് ഡൗൺ വിത്ത് യൂണിഫോം മോഷൻ ഓർ റെസ്റ്റ്. ഇനി ലിഫ്റ്റ് മൂവിംഗ് അപ്പ് വിത്ത് ആക്സലറേഷൻ ആകുമ്പോൾ മുകളിലേക്ക് നെറ്റ് ഫോഴ്സ് ഉണ്ടാവും MA. R - mg equal to MA. സോ R is equal to mg plus MA. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടിയ പോലെ തോന്നും. ലിഫ്റ്റ് താഴേക്ക് ആക്സലറേഷനോട് കൂടി വരുമ്പോൾ R - mg is equal to -MA എന്ന് എഴുതും. കാരണം നെറ്റ് ഫോഴ്സ് താഴേക്കാണ്. അപ്പൊ R equal to mg - MA എന്നാവും. അതായത് mgയിൽ നിന്ന് കുറഞ്ഞ പോലെ തോന്നും. റിയൽ വെയിറ്റിനേക്കാളും കുറഞ്ഞ പോലെയാണ് നമുക്ക് ലിഫ്റ്റ് ആക്സലറേഷനോട് കൂടി താഴേക്ക് വരുമ്പോൾ തോന്നുക. അങ്ങനെ നമ്മൾ എവിടേക്ക് എത്തി? when the rope is broken, കയർ അങ്ങോട്ട് പൊട്ടിയാൽ ലിഫ്റ്റ് താഴേക്ക് വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലായിരിക്കും. അപ്പോൾ A equal to G എന്ന് എഴുതാം. ആ സമയത്ത് mg - mg ആണ് നമുക്കുള്ള റിയാക്ഷൻ. ദാറ്റ് ഈസ് അപ്പാരന്റ് വെയിറ്റ്. സോ അപ്പാരന്റ് വെയിറ്റ് ബിക്കംസ് 0. അപ്പോൾ കയർ പൊട്ടിയ ലിഫ്റ്റിൽ താഴേക്ക് നമ്മൾ വീഴുകയാണെങ്കിൽ നമുക്ക് തോന്നുന്ന വെയിറ്റ് പൂജ്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കുക. ഇത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ 60 കിലോഗ്രാം വെയിറ്റ്, നോക്കൂ കിലോഗ്രാം വെയിറ്റിലാ പറഞ്ഞിട്ടാ, 60 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു മനുഷ്യൻ ഒരു ലിഫ്റ്റിൽ നിൽക്കുന്നു. ആ ലിഫ്റ്റ് യൂണിഫോം മോഷൻ നടത്തുകയാണ്. 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ അല്ലെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മുകളിലേക്ക് പോകുന്നു. അപ്പൊ നോക്കൂ, ആക്സലറേഷൻ ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തോന്നുന്ന അപ്പാരന്റ് വെയിറ്റ് എത്രയാണ്? അപ്പൊ അയാൾക്ക് തോന്നുന്ന വെയിറ്റ് എത്രയാണ്? R equal to mg equal to 60 കിലോഗ്രാം വെയിറ്റ്. ഈ mg ആണ് 60 കിലോഗ്രാം വെയിറ്റ്. അതിനെ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ 60 into 9.8 10 കൊടുക്കണം. ഓക്കെ, തൽക്കാലം നമുക്ക് ജീനെ 10 ആയിട്ട് വിചാരിക്കാം. അപ്പൊ ഇപ്പൊ 60 കിലോഗ്രാം വെയിറ്റ്, അതായത് 600 ന്യൂട്ടൺ ആണ് അയാൾക്ക് തോന്നുന്ന വെയിറ്റ്. എവിടെ? ലിഫ്റ്റ് മൂവിംഗ് അപ്പ് വിത്ത് 5 മീറ്റർ പെർ സെക്കൻഡ്. അത് മൂവിംഗ് ഡൗൺ വിത്ത് 5 മീറ്റർ പെർ സെക്കൻഡ് ആയാലും കുഴപ്പമില്ല, റെസ്റ്റിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി അതേ ലിഫ്റ്റ് തന്നെ മുകളിലേക്ക് പോവാണ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിൽ വിചാരിക്കാം.
അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് അല്ല ആക്സിലറേഷൻ തന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ ലിഫ്റ്റ് മുകളിലേക്ക് പോവാണ്. അപ്പൊ ആൾക്ക് തോന്നുന്ന വെയിറ്റ് എന്തായിരിക്കും വരിക? R = mg പ്ലസ് ma എന്ന് എഴുതണം. mg യുടെ സ്ഥാനത്ത് 60, ma ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം mg പ്ലസ് a 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 5 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതിയാണ്. g = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ a ന്റെ സ്ഥാനത്ത് നമുക്ക് g/2 എന്ന് എഴുതാം അല്ലെ, mg/2. a is equal to g/2. So right is equal to 3/2 mg. That's equal to 3/2 into 60. That's equal to 260 30 90 കിലോഗ്രാം വെയിറ്റ് ആയിട്ട് തോന്നും. പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞത്? a is equal to 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാൽ g 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ g/2 അല്ലേ 5. അപ്പൊ നമുക്ക് mg പ്ലസ് ma എന്നുള്ളടത്ത് എന്റെ സ്ഥാനത്ത് g/2 കൊടുത്താൽ mg പ്ലസ് mg/2 എന്നാവും. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ mg പ്ലസ് mg/2 എന്ന് പറഞ്ഞാൽ 3/2 mg. ഒരു mg ആണ് നേരത്തെ പറഞ്ഞ 60 കിലോഗ്രാം വെയിറ്റ്. അപ്പൊ 3/2 mg എത്രയാ? 90 കിലോഗ്രാം വെയിറ്റ്. അപ്പൊ ലിഫ്റ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സലറേഷനോട് കൂടി മുകളിലേക്ക് പോയാൽ അതിലിരിക്കുന്ന ആൾക്ക് തോന്നുന്ന വെയിറ്റ് 90 കിലോഗ്രാം വെയിറ്റ് ആവും, കൂടിയ പോലെ തോന്നി. ഇനി അതേ ലിഫ്റ്റ് താഴേക്ക് വന്നാൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണെങ്കിൽ അപ്പൊ എന്താ വരിക? R = mg മൈനസ് ma. That's equal to mg മൈനസ് m. എന്റെ സ്ഥാനത്ത് g/2. 10ന്റെ പകുതിയാണ് 5 ആയതുകൊണ്ട് ജിനെ നമ്മൾ 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സാധിക്കൽ ടു mg യിൽ നിന്ന് mg/2 പോയാൽ ഉത്തരം mg/2. mg എത്രയാ? 60/2 ഈക്വൽ ടു 30 കിലോഗ്രാം വെയിറ്റ്. അപ്പൊ 60 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്ന ആള് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ താഴേക്ക് ആക്സലറേഷനോട് കൂടി വരുന്ന ലിഫ്റ്റില് 30 കിലോഗ്രാം വെയിറ്റേ തോന്നുള്ളൂ. അപ്പോഴാണ് അടുത്ത ചോദ്യം, കയറാ പൊട്ടി, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് വെയിറ്റ്? അപ്പൊ ഉത്തരം mg മൈനസ് mg ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയേണ്ടി വരും എന്ന് ചുരുക്കം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഈ കിലോഗ്രാം വെയിറ്റും ന്യൂട്ടണൊക്കെ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്, ശ്രദ്ധയിൽ വെക്കുക. ഞാൻ മറ്റൊരു പ്രോബ്ലം ചെയ്യാൻ പോവാം. നമ്മളുടെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങന്റെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കുരങ്ങൻ ഒരു കയറിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കയറുണ്ട്, കയർ ഒരു ഉയരത്തിൽ നിന്ന് കെട്ടി തൂക്കിയിരിക്കുന്നു. ഈ കയറിന്റെ മുകളില് ഒരു കുരങ്ങനുണ്ട്. ഓക്കെ, ഈ കുരങ്ങന്റെ മാസ് 60 കിലോഗ്രാം ആണെന്ന് കരുതിക്കോളൂ. 60 കിലോഗ്രാം മാസുള്ള കുരങ്ങൻ ഒരു കയറിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഈ കയറിന് താങ്ങാൻ പറ്റുന്ന പരമാവധി ടെൻഷൻ, എന്താ ടെൻഷൻ എന്ന് പറഞ്ഞാൽ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബലം പിടുത്തം. നമ്മളൊന്നിങ്ങനെ ബലം പിടിക്കുന്നതിനെ പറയുന്ന പേരാണ് ടെൻഷൻ. ഈ കയറിന്റെ മുകളിൽ കുരങ്ങൻ തൂങ്ങിക്കിടന്ന ഈ കയറ് തൂങ്ങിക്കിടക്കുവോ? ഇല്ല, കയറിങ്ങോട്ട് ബലം പിടിക്കും. ആ ബലം, അങ്ങനെ ആ കയറിന് താങ്ങാവുന്ന പരമാവധി ബലം, മാക്സിമം ടെൻഷൻ ഈക്വൽ ടു 700 ന്യൂട്ടനാണ്. ആ കയറിന് താങ്ങാവുന്ന പരമാവധി ടെൻഷൻ 700 ന്യൂട്ടനാണ്. അതായത് 700 ന്യൂട്ടനേക്കാളും ബലം ആ കയറിന്റെ മുകളിൽ പിടിച്ചാൽ കയറ് പൊട്ടിപ്പോകുന്നു ചുരുക്കം. അപ്പൊ ആരാണ് തൂങ്ങിക്കിടക്കുന്നത്? 60 കിലോഗ്രാം മാസുള്ള കുരങ്ങനാണ് തൂങ്ങിക്കിടക്കുന്നത്. 60 കിലോഗ്രാം. അപ്പൊ താഴേക്ക് അയാളുടെ വെയിറ്റ് ഉണ്ടാവും അല്ലെ? എത്രയാവും? 60 ഇൻറ്റു ജി. ജിന്റെ സ്ഥാനത്ത് നമുക്ക് ആരെടുക്കാം? mg ഈക്വൽ ടു 60 ഇൻറ്റു ജിന്റെ സ്ഥാനത്ത് 10 നിർത്താം. ദാറ്റ്സ് ഈക്വൽ ടു 600 ന്യൂട്ടൺ. ഓക്കെ, 600 ന്യൂട്ടൺ താഴേക്ക്. സ്വാഭാവികമായിട്ട് ഈ കയറാണ്ട് ബലം പിടിക്കും. ആക്ഷൻ റിയാക്ഷൻ ആയിട്ടാണ് അവിടെ ടെൻഷനാണ്. അപ്പൊ ഇവിടുത്തെ റിയാക്ഷന് പകരം നമ്മൾ എന്താ? ടെൻഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഈ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ കയറ് നേരെ മുകളിലേക്ക് ഒരു ബലം പിടിക്കും. ആ ബലമാണ് തന്നെ ടെൻഷൻ. അപ്പൊ റിയാക്ഷനും ടെൻഷനും കൂടെ ഒന്ന് തന്നെയാണ്. ആ ടെൻഷൻ എത്രയായിരിക്കും? ഇതിന് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് 600 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ വെറുതെ കുരങ്ങൻ അതിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നാൽ 600 ന്യൂട്ടൺ ടെൻഷൻ ഈ കയറിന്റെ മുകളിൽ ഉണ്ടാവും. ഈ കയറിന് 700 ന്യൂട്ടൺ വരെ താങ്ങാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കയറ് പൊട്ടുവോ? ഇല്ല. അപ്പൊ ദാറ്റ് ഈസ് സേഫ്. അപ്പൊ വെറുതെ കുരങ്ങൻ ആ കയറിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നാൽ റെസ്റ്റിലാണെങ്കിൽ ഹി ഈസ് സേഫ്. കയറ് പൊട്ടില്ല, താഴേക്ക് വീഴില്ല, അപകടം പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? 600 ന്യൂട്ടൺ ആണ് അയാളുടെ വെയിറ്റ് താഴേക്ക്. അതെങ്ങനെ കിട്ടി? mg, m 60 കിലോഗ്രാം. അതിന് ജിന്റെ സ്ഥാനത്ത് 9.8 പകരം തൽക്കാലം 10 എടുത്തു കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പൊ 600 ന്യൂട്ടൺ താഴേക്ക്. അപ്പൊ റിയാക്ഷൻ ആയിട്ട് മുകളിലേക്ക്. ആ റിയാക്ഷൻ ആണ് കയറിന്റെ ടെൻഷൻ ആയിട്ട് മാറിയത്. അപ്പൊ 600 ന്യൂട്ടൺ. ഈ കയറിന് 700 ന്യൂട്ടൺ വരെ ബലം താങ്ങാം. അതുകൊണ്ട് കയറ് പൊട്ടില്ല, കുരങ്ങൻ സേഫാണ്. ഇനി ഇതേ കണ്ടീഷൻ തന്നെയാണ് കുരങ്ങൻ യൂണിഫോം മോഷൻ നടത്തിയാൽ. ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ കുരങ്ങൻ കയറിന്റെ മുകളിലേക്ക് കയറിയാലും ആ കയറിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയാലും ഒന്നും ആ വെയിറ്റ് മാറുന്നില്ല, ടെൻഷൻ മാറുന്നില്ല. അതുകൊണ്ട് കയറ് പൊട്ടില്ല, സേഫാണ്. ശ്രദ്ധിക്കണം. നേരത്തെ ആ അപ്പാരന്റ് വെയിറ്റിലേക്ക് തന്നെ നമ്മൾ ഒരു ലിഫ്റ്റിന്റെ അതേ കേസ് പോലെ.
അപ്പോ എന്താണ് പറഞ്ഞത്? കുരങ്ങൻ തൂങ്ങിക്കിടന്നാലും റെസ്റ്റിലിരുന്നാലും കുഴപ്പമില്ല, യൂണിഫോം മോഷൻ മുകളിലേക്ക് താഴേക്ക് ഏത് സ്പീഡിൽ നടത്തിയാലും കയറ് പൊട്ടില്ല. കാരണം കയറിന് മുകളിലുള്ള ടെൻഷൻ 600 ന്യൂട്ടൺ തന്നെയാണ്. പക്ഷേ കുരങ്ങൻ മുകളിലേക്ക് പോകുന്നു വിത്ത് ആക്സിലറേഷൻ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു g/2. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പകുതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? ടെൻഷൻ ഈക്വൽ ടു, ടെൻഷൻ മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്കുള്ളത് എങ്ങനെ നമ്മൾ എഴുതുക? ടി മുകളിലേക്ക്, ഈ കറങ്ങൻ മുകളിലേക്ക് പോവാണ്, അപ്പൊ MA മുകളിലേക്ക് ഉണ്ട് അല്ലെ? കുരങ്ങന്റെ മുകളിലുള്ള ഫോഴ്സ് അപ്പൊ മുകളിലേക്ക് A ആക്സലറേഷനോട് പോയാൽ കുരങ്ങന്റെ ഫോഴ്സ് MA. അപ്പോ നമ്മൾ അങ്ങനെ എഴുതാം, മുകളിലേക്ക് T, താഴേക്ക് mg, അപ്പൊ T മൈനസ് mg, അപ്പൊ R മൈനസ് mg എന്ന് ലിഫ്റ്റിൽ എഴുതിയ പോലെ, ഈക്വൽ ടു മുകളിലേക്ക് നെറ്റ് ഫോഴ്സ് MA. So T tension equal to mg plus MA. Okay, that's equal to mg plus A ന്റെ സ്ഥാനത്ത് g/2 ആണ്, mg/2, that's equal to 3/2 mg നേരത്തെ എഴുതിയ പോലെ, that's equal to 3/2 into 60, that's equal to എത്ര വരിക? എത്ര വരും? 30, 90. ഇനി ഇൻറ്റു ജി എഴുതണം, ഇൻറ്റു 90 ആണ് കിലോഗ്രാം വെയിറ്റ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പം മനസ്സിലാവും. ഇവിടെ കിലോഗ്രാം വെയിറ്റിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ദാറ്റ്സ് ഈക്വൽ ടു ഇങ്ങനെ തന്നെ ചെയ്യാം, m ഇൻറ്റു ജി പ്ലസ് എ, ദാറ്റ്സ് ഈക്വൽ ടു 60 ഇൻറ്റു 10 പ്ലസ് 5, ദാറ്റ്സ് ഈക്വൽ ടു 60 ഇൻറ്റു 15, ദാറ്റ്സ് ഈക്വൽ ടു 900 ന്യൂട്ടൺ. 90 കിലോഗ്രാം വെയിറ്റ് ആണ് 900 ന്യൂട്ടൺ. അപ്പൊ 900 ന്യൂട്ടൺ ആയിരിക്കും ഇപ്പോൾ അനുഭവപ്പെടുന്ന ടെൻഷൻ. 700 ന്യൂട്ടനെ താങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ കയറ് പൊട്ടുവോ? പൊട്ടില്ലയോ? പൊട്ടും. 700 ന്യൂട്ടനേക്കാളും മീതെ ബലം പിടുത്തം വന്നാൽ ആ കയറ് പൊട്ടും. അപ്പൊ കുരങ്ങൻ താഴേക്ക് വീഴും. അൺസേഫ് ആണ്. ദിസ് ഈസ് അൺസേഫ് എന്നുള്ളത്. ഇനി കുരങ്ങൻ താഴേക്ക് വരികയാണ്, ആക്സലറേഷൻ A ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്നാൽ ഇക്വേഷൻ എഴുതാൻ ഇങ്ങോട്ട് താഴേക്ക്, അപ്പൊ MA താഴേക്ക്, അപ്പൊ നമ്മൾ എഴുതും T മൈനസ് mg, T മുകളിലേക്ക് mg താഴേക്ക്, ഇങ്ങനെയാണല്ലോ വന്നത്. T മൈനസ് mg is equal to, ഇപ്പൊ മൈനസ് MA എന്ന് എഴുതും, താഴേക്കല്ലേ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ്. സോ T ഈക്വൽ ടു mg മൈനസ് MA എന്ന് എഴുതും, ദാറ്റ്സ് ഈക്വൽ ടു m ഇൻറ്റു g മൈനസ് A എന്ന് എഴുതും, ദാറ്റ്സ് ഈക്വൽ ടു 60 ഇൻറ്റു 10 മൈനസ് 5 എന്ന് എഴുതും, ദാറ്റ്സ് ഈക്വൽ ടു 60 ഇൻറ്റു 5 എന്ന് എഴുതും, ദാറ്റ്സ് ഈക്വൽ ടു 300 ന്യൂട്ടൺ എന്ന് എഴുതും. കിലോഗ്രാം വെയിറ്റിൽ എല്ലാ ന്യൂട്ടണിലാണ് പറഞ്ഞത്. അപ്പൊ 300 ന്യൂട്ടൺ ആണ് ഇപ്പൊ കയറിന്റെ മുകളിൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണെങ്കിൽ കയറിന്റെ മുകളിൽ കൂടെ എത്ര സ്പീഡില്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ 300 ന്യൂട്ടൺ താങ്ങാൻ പറ്റും. കാരണം 700 ന്യൂട്ടൺ വരെ കയറിൽ ടെൻഷൻ താങ്ങാം. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൾസോ സേഫ്. അപ്പൊ ഇതെങ്ങനത്തെ ഒരു പ്രോബ്ലം ചോദിക്കും. കയറിന്റെ മുകളിൽ കൂടെ കുരങ്ങൻ യൂണിഫോം മോഷൻ നടത്തിയാലും റെസ്റ്റിലിരുന്നാലും കയറിന് ടെൻഷൻ താങ്ങും. കാരണം 700 ന്യൂട്ടനാണ് പരമാവധി താങ്ങുക. പക്ഷെ കുരങ്ങന്റെ മാസം 60 കിലോഗ്രാം ആണ്. അപ്പൊ എത്രയാണ് വെയിറ്റ്? 600 ന്യൂട്ടനാണ്. അതേ സമയത്ത് കുരങ്ങൻ ആക്സലറേഷനോട് മുകളിൽ പോയി 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എങ്കിൽ 900 ന്യൂട്ടൺ ആയിട്ടായിരിക്കും അവിടെ ടെൻഷൻ ഉണ്ടാവുക. കയറ് പൊട്ടും. അൺസേഫ് ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ 60 കിലോഗ്രാം മാസമുള്ള കുരങ്ങൻ താഴേക്ക് വരുമ്പോൾ 300 ന്യൂട്ടനെ അയാൾക്ക് വെയിറ്റ് തോന്നുള്ളൂ. അതുകൊണ്ട് റിയാക്ഷൻ കുറവാണ്.